നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അൽമാട്ടിയിലേക്കാണ്. ഇവരെവിടെ കണ്ട പോലെ പരിചയമുണ്ട് കേട്ടോ, ഉണ്ടാക്കാൻ വരുന്നവരെ. ഖത്തർ ബേസിൽ ഫുഡ് ഉണ്ടല്ലേ? ഫുഡുണ്ട്. ചോറ് മീൻകറിയാണ് ഇന്നത്തെ. ചോറ് മീൻകറി ചമ്മന്തി. ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമ്മുടെ ഫിബ ബ്രോ, നമ്മുടെ ഷുട്ടാപ്പു എവിടെ പോവാ? ഷുട്ടാപ്പ് എവിടെ പോവാ നമ്മള്? ഷുട്ടാപ്പു. അപ്പോ നമ്മള് ഫസ്റ്റ് നമ്മളെ വില്ലേന്ന് നമ്മള് ഊബറിനകത്താണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ ഓൺ ബോർഡിംഗ് ഉണ്ട്, പിന്നെ അതിന് ശേഷം ഫ്ലൈറ്റ്. ഞാൻ അതെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം. നമ്മുടെ ദോഹ ടു കസാക്കിസ്ഥാൻ, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ. ഓ എന്താ, എവിടെ പോവാ ഗൈസ്? നമ്മൾ എവിടെ പോവാ? കസാക്കിസ്ഥാൻ അൽമാട്ടിക്ക് വിടുക. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ഓൺ മോഡ്. ഞങ്ങൾ ഇറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പൊ സമയം ഏകദേശം എത്രയായി? 4:45 അല്ലേ? 4:36. അപ്പൊ നമ്മളെ ഫ്ലൈറ്റ് 7:20. സോ see you at airport. എയർപോർട്ട് എത്തി. നമ്മുടെ ഗൈസ് എല്ലാരും ഉണ്ട്. നമ്മുടെ നബീലിക്കാണ് എല്ലാ സംഭവങ്ങളും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ. കൊള്ളാം. ഞങ്ങളിങ്ങനെ ഷംനാത്ത വീട്ടിൽ എങ്ങനെ നിന്നൂടായിരുന്നോ? വീട്ടിൽ നിന്നാണ്ടായിരുന്നോ? തിരിച്ചു പോ, എവിടെയെങ്കിലൊക്കെ പോ. അപ്പൊ എല്ലാരും ഞങ്ങളെ ടൈം ഇപ്പോ 4:52. എയർപോർട്ടിനെ പറ്റി ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത് നബീൽ ബ്രോ ആണ് എയർപോർട്ടിലേക്ക്. കൂടി വരാനുണ്ട്, അവരിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോർഡിങ് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും ഫ്ലൈറ്റിലോട്ടൊക്കെ കയറുന്നൊക്കെ നെക്സ്റ്റ്. ഞങ്ങളുടെ നബീലൊക്കെ പോവാണ്. നബീലൊക്കെ ബായ്. നബീലൊക്കെ പോവാണ്. അങ്ങനെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ബോർഡിംഗ് പാസ് കിട്ടി. ഞങ്ങൾ ഖത്തർ എയർവേസിലാണ് പോകുന്നത് മക്കളെ. എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. നല്ല ഒരു വൈബായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും വേറൊരു വൈബായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക്? ഒരുപാട് പറയാനുണ്ട്. എന്താ പറ? കസാക്കിസ്ഥാൻ ഡേയ്സിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽമാട്ടി. അപ്പോൾ അൽമാട്ടിയെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആപ്പിള് ബ്ലൂബെറി ഒക്കെ കിട്ടും, അടിപൊളിയാണ്. എല്ലാവരും ചുമ്മാ നമ്മളാക്കുവാണ് എല്ലാവരെയും. ഒരു ഫോട്ടോ എടുക്കാം. ലൂയിസ് വിറ്റൺ, അതാണോ? ലൂയി വിറ്റൺ. യെസ് 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 യെസ്. ഗോൾഡ്. ഫിബാത്ത എവിടൊക്കെ പോയിട്ടുണ്ട്? ഏതൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട്? പറ. ഹമദ് എയർപോർട്ട്. അതെല്ലാവരും നമ്മുടെ സലീംകുമാർ ചേട്ടൻ പറഞ്ഞ പോലെ ഗായ്സ് ഞങ്ങളിപ്പോ എന്താണ് ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഇതാണ് ഹമദ് എയർപോർട്ടിലെ ഓർച്ചാറിലോട്ട് പോകുന്ന ട്രെയിൻ. ഇതിനകത്തുള്ള ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂട്ടിംഗ് സിസ്റ്റം എന്ന് പറയാം. ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള ഗേറ്റിലോട്ട് പോകാനുള്ള വഴിയാണത്. ഹബീബി ഗായ്സ് വരുന്നില്ലേ? വരണ്ടേ? വന്നോ? ഓ മെട്രോ ഗായ്സ്. നൈസ് വൈബ് ഗായ്സ്. ഇത് വേറെ ലെവൽ സാധനല്ലേ? അടിപൊളി. ഇത് പൊളിയടാ. ചില യാത്രകൾ ഇങ്ങനെ ചെയ്യണം, അപ്പൊ ഒരു പൊളി വൈബാ. നല്ല കാര്യം.
ഇത് ചിന്നു ദീദിയുടെ പുതിയ ബാഗാണ്. ചിന്നു ദീദി ചിന്നു വേറെ $2,000 ബാഗാണ്. എന്തൊക്കെയാണുള്ളത്? ഓ നല്ല രസമുണ്ടല്ലേ നമ്മുടെ രണ്ട് സൈഡിലെ. നമ്മള് ഇത് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് പോകുന്നത്. ഏത് സ്ഥലമാണ്? നമ്മള് എയർപോർട്ടിന്റെ ഉള്ളിൽ ഒരു കാട് വളർത്തിയേക്കുന്നല്ലേ? കാട് ഫോറസ്റ്റ് നിറയെ കാടാണല്ലോ. ബാവാക്കാണോ നനയ്ക്കുന്നത്? നല്ല വൈബ് സ്ഥലം അല്ലേ? ആ കാട് നനക്കലാണ് ബാവക്കയുടെ പണി. ബാവ ഓഹോ ഇത് ഇവര് എപ്പോഴും ഇടക്കൊരുകളാണ്. ഹലോ മിസ്റ്റർ ബാവ. ഇതാണ് ബാവയുടെ സഹധർമ്മി. ബാവയെ കുറിച്ച് 2 വർത്താനം പറയും കേക്കട്ടെ. എയർപോർട്ട് എന്തുകൊണ്ട് വേൾഡിലെ നമ്പർ 1 ആയി എന്നുള്ളതിനൊരു ഉത്തരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രേക്ഷകർക്ക് കാണിക്കാൻ പോകുന്നത്. ഈ പൂന്തോട്ടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈ പൂന്തോട്ടം വേൾഡിലെ നമ്പർ 1. വേൾഡിലെ പല രാജ്യത്ത് നിന്ന് മരങ്ങള് അതുപോലെ എടുത്തു കൊണ്ടുവന്ന് വെച്ചത്. സ്വിറ്റ്സർലൻഡ് ഒക്കെ. I heard like more than 1,000 varieties ഉണ്ടെന്നാ ഒരു ഞാൻ കേട്ടത് ഇതിനെ പറ്റി. ഓക്കെ. പക്ഷെ ഇതിന്റെ ഒരു എന്താണ് മൊത്തത്തിലുള്ള ഒരു മുകളിലത്തെ ആ ഒരു ക്ലാഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ടാ അല്ലേ ചെയ്തേക്കുന്നത്. ശരിക്കുണ്ടല്ലോ നമ്മൾ വേറൊരു ലോകത്ത് പോയ പോലെ ഉണ്ടോ, വേറൊരു കാട്ടിൽ പോയ പോലെ. അങ്ങനെ തന്നെ. ഇറങ്ങി താഴേക്കിറങ്ങി ഇങ്ങനെ പോ. നമ്മളിതാ ഇപ്പൊ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണെന്ന്. സത്യത്തിൽ ഇങ്ങനൊക്കെ കുറച്ച് എന്റർടൈൻമെന്റ് ആകുമ്പോഴാണ് ആൾക്കാർക്ക് ആ ഒരു എയർപോർട്ടിൽ വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ. ട്രാൻസിറ്റ് ഒക്കെ ഉണ്ടാവും 4-5 മണിക്കൂറൊക്കെ. ഒരു രാജ്യത്ത് നിന്ന് വന്ന് വേറൊരു രാജ്യത്തേക്ക് പോകും. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു ഭയങ്കര വന്ന് റിലാക്സ് ഒക്കെ ചെയ്യാനുള്ളൊരു. കറക്റ്റാണ്. ഞങ്ങൾ താഴെ എത്തി. ഞങ്ങൾ എസ്കലേറ്റർ താഴോട്ട് വന്ന് ഡ്യൂട്ടി ഫ്രീ ലോഞ്ച്. ശരിയാണ് മക്കളെ, കിഡിലൻ ആംബിയൻസ്. മാക്സിമം നമ്മൾ ആൾക്കാരെ മീൻസ് ഈ പുറത്തുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. ബോർഡിംഗ് പാസ് ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. എല്ലാവരും നല്ല റെഡിയായി. ഇത് നമ്മുടെ ബാഗാണോ? സെലീത്തിക്കയുടെ ബാഗാണോ? രാമനുണ്ണിക്ക് ഭ്രാന്ത, മനസ്സിലായി. ആരോ വരാൻ ലേറ്റ് ആവുന്നു. എന്താ ഷുട്ടാപ്പ് എന്താ കരയുന്നത്? അപ്പോൾ ഞങ്ങൾ കയറി കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിൻ്റെ അകത്തെ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. അൽമാട്ടിന്ന് മെൻഷൻ ചെയ്തപ്പോൾ ഉണ്ട് ആ സ്ക്രീനിനകത്ത് ഞങ്ങൾ C57 ഗേറ്റിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് കയറുക, പിന്നെ നേരെ കിടന്നുറങ്ങുക അല്ലേ? ഫുഡ് കഴിക്കുക. ഫുഡുണ്ടോ ഫ്ലൈറ്റിൽ? പിന്നെ ഇത് ഖത്തർ അല്ലേ? ഖത്തർ ബേസിൽ ഫുഡ് ഉണ്ടല്ലേ? ഫുഡുണ്ട്. ചോറ് മീൻകറിയാണ് ഇന്നത്തെ. ചോറ് മീൻകറി, ചമ്മന്തി മീൻകറി. അൽദാനയിലെ പറ. ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. നല്ല ഫുഡ് തന്നെ, ഇന്ത്യൻ ഫുഡ് തന്നെ തരാണ്ട് ഞാൻ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതായി. ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി, ബട്ടർ, പിന്നെ ചമ്മന്തിയും കഞ്ഞിയും. അപ്പോൾ ബൈ ഗൈസ്. എല്ലാം കഴിഞ്ഞല്ലോ, കംപ്ലീറ്റ് ചെയ്തല്ലോ. ഓക്കെ, നമ്മളെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ കയറി ഫ്ലൈറ്റിലോട്ട് പോവാണ്. നല്ല അടിപൊളി ബസ് അല്ലേ? നമ്മുടെ നാട്ടിലോട്ട് ഫിഫയ്ക്ക് വന്നപ്പോഴും
ഞാൻ ഫിഫയുടെ ടൈമിൽ വന്നപ്പോഴും ഇതുപോലെ ഒരു കിടിലം ബസ്സിനകത്താണ് എത്തിഹാദിനകത്ത് അബുദാബി എന്നൊക്കെ മീൻസ് ട്രാൻസിറ്റ് സമയത്ത് നമ്മളെ കൊണ്ടുവരുന്നത്. എന്തുവാടെ ഇത് മയിൽപ്പീലിയോ? നമ്മൾ 5 പേരുടെ പാസ്പോർട്ട് ടിക്കറ്റ്. ഇവരെവിടെ കണ്ട പോലെ പരിചയമുണ്ട് കേട്ടോ, ഉണ്ടാക്കാൻ വരുന്നവരെ. ആ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ട് പോവാണ്? അപ്പോൾ അവരോ? അവരുണ്ട്. നിങ്ങൾ അല്ലല്ല കുതിരവട്ടം. ഈ കൊച്ചു കുട്ടി പറഞ്ഞായിരുന്നു കുതിരവട്ടം പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ബസ്സിനകത്തോട്ട് കയറുകയാണ്. രാമനുണ്ണിയും കുടുംബത്തേക്കാണ്. നീ കുതിരവട്ടം പപ്പു എന്ത് അവിടെ ഡിനോട്ട് സിറ്റി. നമ്മൾ എത്ര മണിയാകുമ്പോൾ ഇറങ്ങും കസാക്കിസ്ഥാൻ? നമ്മൾ അവിടുത്തെ സമയം 1:30 മണി. 1:30 മണിയാണ്. അവിടെ ഒരു ചായ കിട്ടും. ചായ കുതിരവട്ടം പപ്പു എത്തി. കുതിരവട്ടം പപ്പുഹൻ ഫാമിലി എത്തി. ഇല്ല, ഇവിടെ ആളുണ്ട്. പിടിച്ചോ, പിടിച്ചില്ലെങ്കിൽ തറ വീഴും കേട്ടോ. ഒറ്റ എടുപ്പം കെടുക്കേ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അൽമാട്ടിയിലേക്കാണ്. ഇതെന്താ അനൗൺസ്മെന്റോ? ഇത് ഡോലു, ഇത് ഡുണ്ടു, ഇത് ചുട്കി, ഇത് ചുട്കി, ഇത് കങ്കുവ. അയ്യോ, കങ്കുവ വെറും ഫ്ലോപ്പാണ് കേട്ടോ. ഇവനറിയോ? ഇത് കിങ്ങിണി. ഒരുപാട് ചിരിക്കണ്ട കേട്ടാ. ചിരിച്ച ഈ മൂക്കുണ്ടല്ലോ. ലുക്കായിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തി. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിപ്പോ പെട്ടെന്ന് ഇറങ്ങിക്കോ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഞങ്ങളൊരു ചില്ലി ബീഫ് കോൺ കാണിയാണ്. സംഭവം ഇത്രയും സാധനങ്ങളാണ്, മീൻസ് ഫുഡ്സ് ആണ് നമുക്ക് തരുന്നത്. ഇതൊരു എന്താണ്, സലാഡ് പോലത്തെ ഒരു സാധനമാണ്. ഇതൊരു കേക്കിൻ്റെ അല്ലേ? കേക്കല്ല, പേസ്ട്രി പോലത്തെ ഇതാണ് നമുക്ക് തരുന്നത്. ഇതൊരു ബ്രെഡ്, ഇത് ജ്യൂസ്, മാംഗോ ജ്യൂസ്, ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. കൊള്ളാമല്ല. സ്പൂണില്ലേ? ഓക്കെ. ഓ, ഇതിനകത്താ സ്പൂൺ. ഞാൻ ഇതിട്ടിട്ടില്ല, കുത്തിയിട്ടില്ലേ? വേണ്ട, ഇതിൻ്റെ കുറച്ച് അകത്ത് തന്നെ മിൽക്ക് നമ്മൾ ഒഴിക്കാം. ഇത് എത്ര പാലാണ്? ഒരു കോഫിക്ക് 5 പാക്കറ്റ് മിൽക്ക് സാഷയും സാഷ പഞ്ചസാര നല്ല കട്ടിക്ക് കുടിക്കും. അവിടെ ഇപ്പോഴാണ് കോഫി ആയത്, നേരത്തെ ഇപ്പോഴാണ് കോഫി ആയത്. അത് ശരിയാ കേട്ടോ, ഒരു സാഷയൊന്നും ആവത്തില്ല. ഹലോ, ഞങ്ങൾ അൽമാട്ടിയിലെത്തി. ഇത് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു യാത്രയൊക്കെ. വരുന്ന കൂട്ടത്തിൽ കുറേ സ്നോഫാളും മീൻസ് മഞ്ഞുമലയും ഒക്കെ കണ്ടു. നല്ല വൈബായിരുന്നു. ഫ്ലൈറ്റ് യാത്ര അടിപൊളിയായിരുന്നു. ഖത്തർ എയർവേസിൻ്റെ നല്ല ഒരു ഫെസിലിറ്റി ഫുൾ ആയിട്ടുള്ള യാത്രയായിരുന്നു. ഇപ്പോൾ എയർപോർട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ബാലൻസ് ഞാൻ കാണിക്കാം. Yeah. Achu.